പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അവഗണിച്ചെന്ന ചാണ്ടി ഉമ്മന്റെ പരാതി ഗൗനിക്കാതെ കോൺഗ്രസ് നേതൃത്വം. പരാതി അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് ചാണ്ടി ഉമ്മനെ അവഗണിക്കുകയാണ് വി.ഡി. സതീശൻ അനുകൂലികൾ. എന്നാൽ താൻ അവഗണിക്കപ്പെട്ടെന്ന പരാതി ചാണ്ടി ഉമ്മൻ ഇന്നും ആവർത്തിച്ചു. പുനഃസംഘടനയ്ക്ക് മുമ്പ് വി.ഡി. സതീശൻ വിഭാഗം പാർട്ടിക്കുള്ളിൽ പിടിമുറുക്കിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ഇതോടെയാണ് ചാണ്ടി ഉമ്മനെ മുൻനിർത്തി പഴയ ഗ്രൂപ്പുകൾക്ക് അതീതമായുള്ള നീക്കം മറുവിഭാഗം നടത്തുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല നൽകാതിരുന്നത് ചില നേതാക്കളുടെ ഇടപെടൽ കൊണ്ടാണെന്നാണ് ചാണ്ടി ഉമ്മൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരസ്യ പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സംഭവം വിവാദമായതോടെ പാർട്ടിക്കെതിരെ അല്ലെന്ന് പറഞ്ഞ നിലപാട് മയപ്പെടുത്തിയെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ചാണ്ടി ഉമ്മൻ പിന്നോട്ട് പോയിട്ടില്ല. ഞാൻ പറഞ്ഞതാണ്. ഇത് ഞാൻ വ്യക്തിപരമായി പറഞ്ഞല്ല, പാർട്ടിക്കെതിരെ പറഞ്ഞല്ല. നിങ്ങൾക്കറിയാം, ഒരു ഇലക്ഷൻ ആവും, പല കൺഫ്യൂഷൻസ് ഉണ്ടാകാം. എന്നാൽ ചാണ്ടി ഉമ്മനെ അപ്പാടെ അവഗണിക്കാനാണ് സതീശൻ വിഭാഗത്തിന്റെ തീരുമാനം. ചാണ്ടി ഉമ്മന്റെ പരാതിക്ക് പോലും അടിസ്ഥാനമില്ലെന്നാണ് സതീശൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ മറുപടി പോലുമില്ലെന്ന് പറയുന്നതിലൂടെ അവഗണന വ്യക്തം. അതിലെ ശരി തെറ്റ് അന്വേഷിച്ചു പോകുന്ന ആളല്ലാതെ എൻ്റെ ചുമതലയല്ല. അത് സംഘടനാപരമായി അത് KPCC പ്രസിഡന്റും AICC നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. എൻ്റെ മിഷൻ വേറെയാണ്. എന്ത് വിമർശനമാണ് ഒരു കാര്യം. ചാണ്ടി ഉമ്മനെ തള്ളി മുതിർന്ന നേതാവ് PJ കുര്യനും രംഗത്ത് വന്നു. ഒരു നേതാവിന് ചുമതല കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് വെറും ഇമ്മറ്റീരിയലാണെന്ന് എൻ്റെ അഭിപ്രായം. ചെന്നിത്തല, മുരളീധരൻ തുടങ്ങിയവർ ചാണ്ടി ഉമ്മനെ പരോക്ഷമായി പിന്തുണച്ചത് സതീശൻ വിഭാഗത്തിനെതിരെയുള്ള നീക്കമായിട്ടാണ് വിലയിരുത്തുന്നത്. ചാണ്ടി ഉമ്മന്റെ പരാതി ഒരു ഒറ്റപ്പെട്ട പരാതിയല്ല. പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം മുതിർന്ന നേതാക്കളും യുവനേതാക്കളും ഇരുചേരിയിലായി അണിനിരന്നിരിക്കുകയാണ്. പുനഃസംഘടനയ്ക്ക് മുമ്പ് അതുകൊണ്ട് തന്നെ വലിയ പൊട്ടിത്തെറികൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായേക്കാം. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24.